ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतीरुत्तमश्लोके भक्तिर्भवति नैष्ठिकी। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं श्रीचैतन्यमीश्वरं श्रीपरमानन्दमाधवम्। ഭഗവത്ഗീത 14 അധ്യായം 17 ശ്ലോകം. 14 അധ്യായം 17 ശ്ലോകം. സ്വത്താം സഞ്ജായതേ ജ്ഞാനം രാജസോ ലോഭ ഏവ ച പ്രമാദമോഹോ തമസോ ഭവതോ ജ്ഞാനമേവ ച. സത്വാം സഞ്ജായതേ ജ്ഞാനം രാജസാ ലോഭ ഏവ ച പ്രമാദമോഹോ തമസോ ഭവതോ ജ്ഞാനമേവ ച. സ്വത്താം സഞ്ജായതേ ജ്ഞാനം രാജസോ ലോഭ ഏവ ച പ്രമാദമോഹോ തമസോ ഭവതോ ജ്ഞാനമേവ ച. सत्त्वा संजायते ज्ञानं സത്വാ സഞ്ജായതേ ജ്ഞാനം രജസോ ലോഭ ഏവ ച പ്രമാദമോഹോ തമസോ ज्ञानमेव च ഭവതോ ജ്ഞാനമേവ ച. സത്വാം സഞ്ജായതേ ജ്ഞാനം രജസോ ലോഭ ഏവ ച പ്രമാദമോഹോ തമസോ ഭവതോ ജ്ഞാനമേവ ച. സത്വാം സഞ്ജായതേ ജ്ഞാനം രജസോ ലോഭ ഏവ ച പ്രമാദമോഹോ തമസോ ഭവതോ ജ്ഞാനമേവ ച. സത്വാ സത്വഗുണത്തിൽ നിന്ന് ജ്ഞാനവും രജസിൽ നിന്നും ലോഭ ഏവ ച ലോഭവും സഞ്ജായതേ ഉണ്ടാകുന്നു. തമസിൽ നിന്ന് പ്രമാദവും മോഹവും അജ്ഞാനമേവ ച അജ്ഞാനവും ഭവിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണകൃപാമൂർത്തി AC ഭക്തിവേദാന്ത സ്വാമി ശീലപ്രഭുപാദ് കി ജയ. വിവർത്തനം: സത്വഗുണത്തിൽ നിന്ന് യഥാർത്ഥമായ ജ്ഞാനവും രജസിൽ നിന്ന് ലോഭവും തമസിൽ നിന്ന് പ്രമാദവും മോഹം മൗഢ്യം എന്നിവയും ഉണ്ടാകുന്നു. ഭാവാർത്ഥം: ആധുനിക സംസ്കാരം ജീവസത്തകൾക്ക് വേണ്ടത്ര അനുയോജ്യമല്ലാത്തതുകൊണ്ട് അവ കൃഷ്ണാബോധം സ്വീകരിക്കേണ്ടതാണ്. കൃഷ്ണാബോധത്തിലൂടെ സമൂഹത്തിൽ സത്വഗുണം പുഷ്ടിപ്പെടും. സത്വഗുണം പുഷ്ടിപ്പെടുമ്പോൾ ജനങ്ങൾ കാര്യങ്ങളുടെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കുകയും ചെയ്യും.
തമോ ഗുണത്തിൽ മനുഷ്യർ മൃഗപ്രായരാണ്. അവർക്ക് കാര്യങ്ങൾ സ്പഷ്ടമായി കാണാൻ കഴിയുകയില്ല. ഉദാഹരണമായി ജന്തുഹിംസ ചെയ്താൽ തങ്ങൾ വരും ജന്മത്തിൽ അതേ ജീവികളാൽ കൊല്ലപ്പെടുമെന്നുള്ള സത്യം തമോ ഗുണബാധിതർ മനസ്സിലാക്കുന്നില്ല. അറിയേണ്ടവയെ പറ്റിയുള്ള വിദ്യാഭ്യാസം ജനങ്ങൾക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഉത്തരവാദിത്തമില്ലാതെ വരുന്നത്. ഈ ഉത്തരവാദിത്തമില്ലായ്മ നിർത്തുന്നതിനും ഏവരിലും സത്വഗുണം വളർത്താൻ ഉതകുന്ന വിദ്യാഭ്യാസം കൂടിയേ തീരും. അത് ലഭിച്ചാൽ ജനങ്ങൾക്ക് കാര്യങ്ങളുടെ യഥാർത്ഥം സ്പഷ്ടമാകും. അവര് സ്ഥിരചിത്തരായി തീരും. ലോകത്തിൽ സമൃദ്ധിയും സന്തുഷ്ടിയും വർദ്ധിക്കും. ജനങ്ങളിൽ ഭൂരിപക്ഷത്തിനും സമൃദ്ധിയും സന്തുഷ്ടിയും വർദ്ധിച്ചില്ലെന്ന് വന്നാൽ പോലും സമൂഹത്തിൽ ചെറിയൊരു ശതമാനമെങ്കിലും കൃഷ്ണാബോധം വളർത്തി സത്വഗുണത്തിലായാൽ ലോകത്തിൽ ഒട്ടേറെ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറിച്ച് രജസ്തമോ ഗുണത്തിലാണ് ജനങ്ങൾ മുഴുകിയതെങ്കിൽ ഇവിടെ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകാൻ സാധ്യമല്ല. രാജസ സ്വഭാവികൾ ലോഭികളാണ്. അവരുടെ ഭൗതിക ഭോഗതൃഷ്ണയ്ക്ക് അതിരില്ല. വിഷയഭോഗങ്ങൾക്ക് വേണ്ടുന്ന സർവ്വ സൗകര്യങ്ങളും വേണ്ടത്ര ധനവും ഉണ്ടായിരുന്നാൽ തന്നെയും മനസ്സമാധാനവും സന്തോഷവും ഇല്ലെന്ന് കാണാം. രജോ ഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാണ് ഇതിന് കാരണം. ഒരാൾക്ക് സന്തുഷ്ടിയാണ് വേണ്ടതെങ്കിൽ ധനം അതിനൊട്ടും സഹായകരമല്ല. അയാൾ കൃഷ്ണാബോധ പരിശീലനം കൊണ്ട് സ്വാത്വിക ഗുണത്തിലേക്ക് സ്വയം ഉയരുക തന്നെ വേണം. ഒരാൾ രജോ ഗുണത്തിൽ മുഴുകുമ്പോൾ അയാളുടെ മനസ്സ് അസന്തുഷ്ടരായിരിക്കുമെന്ന് മാത്രമല്ല, പ്രവൃത്തി ക്ലേശബഹുലമായി തന്നെയിരിക്കും. തന്റെ പദവി നിലനിർത്താൻ ആവശ്യമായ ധനം നേടുന്നതിന് വേണ്ടി അയാൾക്ക് പല ഉപായങ്ങളും ആസൂത്രണം ചെയ്യേണ്ടി വരും. ഏതു വിധത്തിലും ക്ലേശമേ ഉള്ളൂ. തമോ ഗുണത്തിൽ ആളുകൾ ഭ്രാന്തന്മാരാകുന്നു. തങ്ങളുടെ പരിതസ്ഥിതികളിൽ വെറുപ്പ് വളർന്ന് അവർ ലഹരി പദാർത്ഥങ്ങൾക്ക് അഭയം പ്രാപിക്കുന്നു. അങ്ങനെ കൂടുതൽ അജ്ഞതയിലേക്ക് കൊണ്ടുപോകുന്നു. ഏറ്റവും ഇരുളടഞ്ഞതാണ് ഭാവം. ഉപജ്ഞാനത്തിനിരന്തസ്യ നിരവഞ്ചനശനാകിയ ചക്ഷുരന്മൂലം തസ്മൈ ശ്രീ ഗുരുവേ നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതി ഭക്തി വേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി ഭാഷാപ്രേഷണായി വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. അനന്ത കോടി വൈഷ്ണവർക്ക് ശ്രീല പ്രഭുപാദ കീ ജയ. ഇവിടെ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്നുള്ള ഈ അധ്യായത്തില് നമ്മള് 17-ാം ശ്ലോകമാണ് ഇപ്പോൾ വായിച്ചത്. ഇതില് വിവർത്തനം ഒന്നും കൂടെ വായിക്കാം. സത്വഗുണത്തിൽ നിന്ന് യഥാർത്ഥമായ ജ്ഞാനവും, രജസിൽ നിന്ന് ലോഭവും, തമസിൽ നിന്ന് പ്രമാദം, മോഹം, മൗഢ്യം എന്നിവയും ഓരോ ഗുണത്തിലിരുന്ന് ഓരോ തരത്തിലുള്ള ഫലങ്ങളാണ് വരുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പോ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ആറ്റിങ്ങലേക്ക് പോകാൻ ബസ് ഒരു സ്ഥലത്തുണ്ട്, നെടുമങ്ങാട് പോകാൻ വേറൊരു സ്ഥലത്ത് ബസ്സുണ്ട്, കാസർഗോഡോ അങ്ങനെയൊക്കെ പോകാനായിട്ട് ഓരോ സ്ഥലത്ത് ബസ്സുണ്ട്. ഓരോ സ്ഥലത്തില് പോയി ആ സെഷനിൽ ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഓരോ ലക്ഷ്യത്തിലായിരിക്കും നമ്മൾ എത്തിച്ചേരുന്നത്. നമ്മുടെ ഇഷ്ടമാണ് ഏത് സ്ഥലത്തിലെ ബസ്സിൽ ചൂസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ചൂസ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. അതേപോലെ ഈ ഭൗതിക ലോകത്തില് ഈ ത്രിഗുണങ്ങൾ എപ്പോഴും ഉണ്ട്. ത്രിഗുണങ്ങള് ഇല്ലാത്തൊരു സാഹചര്യം എപ്പോഴും ഉണ്ട്. KSRTC ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ പല സ്ഥലത്തേക്ക് പോകുന്ന KSRTC ബസ് ഉള്ളത് പോലെ ഈ ലോകത്തില് ത്രിഗുണങ്ങൾ എപ്പോഴും. നമ്മൾ ഏത് ഗുണത്തെയാണ് ആശ്രയിക്കുന്നത് അതനുസരിച്ചുള്ള ലക്ഷ്യമായിരിക്കും നമുക്ക് വന്നു ചേരുന്നത്.
അപ്പം ഭഗവാൻ ഇവിടെ ഒരു നമുക്കൊരു മാർഗനിർദ്ദേശം തരികയാണ്, ഒരു സ്റ്റേഷൻ മാസ്റ്ററിനെ പോലെ. നമ്മൾ പെട്ടെന്ന് ബസ് സ്റ്റാൻഡിലേക്ക് കയറി ചെന്നാൽ നമുക്ക് എവിടെ നിന്ന് ആ ബസ് കിട്ടുമെന്നൊന്നും നമുക്ക് അറിയില്ല. നമുക്ക് ആ സ്റ്റേഷൻ മാസ്റ്ററിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് എത്ര സമയത്ത് ബസ് വരുമെന്നും അത് എത്ര മണിക്ക് അവിടെ എത്തിച്ചേരുമെന്നും ആ സ്റ്റേഷൻ മാസ്റ്റർ നമുക്ക് പറഞ്ഞു തരും. ഭഗവാനും ഇത് ഭഗവത്ഗീതയില് അതേപോലെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഏത് ഗുണത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്ത് ഫലമായിരിക്കും നമുക്ക് വന്നു ചേരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു തരികയാണ് ഭഗവാൻ. അത് ആ ഒരു അനലോജി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് മനസ്സിലാവും. അവിടെ നമ്മുടെ അടുത്താണ് ആ കൺട്രോൾ ഇരിക്കുന്നത്. ഏത് ഗുണത്തിൽ ഏത് ബസ്സിൽ പോകണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മളാണ് ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള പണവും ധനവും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോരോ ബസ്സിൽ കയറും, ഓരോരോ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. അപ്പൊ അതേപോലെ ഭഗവത്ഗീത നമുക്ക് ഇവിടെ ഈ ഭൗതിക ലോകത്തിലെ സാഹചര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യും. നമ്മളാണ് ചൂസ് ചെയ്യുന്നത് ഏത് ഗുണത്തിലാണ് പോകുന്നത്. സത്വഗുണത്തിൽ പോയി കഴിഞ്ഞാൽ എവിടെ എത്തും എന്ന് ഭഗവാനോട് പറയുന്നുണ്ട്. അവിടെ ജ്ഞാനം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. രജോ ഗുണത്തിലാണ് പോകുന്നതെങ്കിൽ ലോഭം എന്ന് പറഞ്ഞാൽ അതികഠിനമായ തൃഷ്ണ, ആഗ്രഹങ്ങൾ, ഭൗതികമായ ആഗ്രഹങ്ങൾ, അതാണ് രജോ ഗുണത്തിൽ. തമോ ഗുണത്തിൽ പോയി കഴിഞ്ഞാൽ മോഹം മൗഢ്യം പ്രമാദം. മോഹം മൗഢ്യം പ്രമാദം എന്ന് പറഞ്ഞാല് ശരിയെ തെറ്റെന്ന് കരുതാനും തെറ്റിനെ ശരിയെന്ന് കരുതാനും ഒക്കെ ഇങ്ങനെ ഈ രീതിയിൽ ആലസ്യം, നിദ്ര ഇതേപോലത്തുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായിട്ട് മുഴുകി ഉള്ള ഒരു ജീവിതമാണ് ഈ ഓരോ ഗുണങ്ങളും ഓരോ ബസ് പോലെയാണ്. നമ്മൾ ഏതിനെ ആശ്രയിക്കുന്നു അതനുസരിച്ചുള്ള ലക്ഷ്യത്തിലേക്കായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സത്വഗുണത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ ഒരു തമോ ഗുണത്തിന് രജോ ഗുണത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത പറയാം. അപ്പം അതുകൊണ്ടാണ് ശീല പ്രഭുപാദിന്റെ ഫസ്റ്റില് സത്വഗുണത്തിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ട് തമോ ഗുണത്തിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, പിന്നെയാണ് പ്രഭുപാദ് രജോ ഗുണത്തിന്റെ ഇമ്പോർട്ടൻസ് ഈ ഭാവാർത്ഥത്തിൽ പറയുന്നത്. അപ്പം നമ്മൾ തമോ ഗുണത്തിൽ പോകരുത് എന്നുള്ള ആ ഒരു ഇതുകൊണ്ടാണ് ഫസ്റ്റ് സത്വഗുണത്തിന് പറഞ്ഞിട്ട് ഈ ഇമ്പോർട്ടൻസ് പ്രഭുപാദ് തമോ ഗുണത്തിന്റെ പ്രാധാന്യം പറയുക. അപ്പൊ അതില് പ്രഭുപാദ് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് അതിനകത്ത് കൺക്ലൂഡ് പറയുന്നത് ജന്തുഹിംസയാണ്. ജന്തുഹിംസ ചെയ്യുന്നവര് മൃഗങ്ങളുടെ ശരീരത്തിലേക്ക് പോകും എന്ന് ഫസ്റ്റിലെ തന്നെ ശ്രീല പ്രഭുപാദ് ഈ ഒരു ഭാവാർത്ഥത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. നമുക്കൊരു ഇനിഷ്യലി തന്നെ ഭാവാർത്ഥത്തിന്റെ തുടക്കത്തിൽ തന്നെ ശ്രീല പ്രഭുപാദ് നമ്മളെ ആ ഒരു കാര്യം വാൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രഭുപാദ് പറയുന്നത് രജോ ഗുണത്തിന്റെ കാര്യം. രജോ ഗുണത്തില് അളവറ്റ ആഗ്രഹങ്ങളാണുള്ളത്. ആ ആഗ്രഹങ്ങൾ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നമുക്ക് ഈ റീസെന്റ് രാഷ്ട്രീയ ഇതൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവരവരുടെ പൊസിഷന് വേണ്ടി പല തരത്തിൽ അവർ ഉപായങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ആ പൊസിഷൻ നിലനിർത്താൻ വേണ്ടി അവർ പല രീതിയിൽ കഷ്ടപ്പെടുകയാണ്. അവരുടെ പൊസിഷനും ആ സ്ഥാനമാനങ്ങളും ഒക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ ഒരുപാട് എന്തൊക്കെ നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുമ്പം നിസ്സാരമായ, പക്ഷെ അവര് ആ പൊസിഷൻ ഇത്രയും പേരുടെ മുമ്പിൽ അവർ ആ പൊസിഷൻ ഉണ്ട്, അതിനെ കളയാതിരിക്കാൻ വേണ്ടി അവർ എന്തെല്ലാം എഫോർട്ട്, എന്തെല്ലാം ഉത്കണ്ഠാപരമായിട്ടുള്ള കാര്യങ്ങൾ അവര് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രജോഗുണത്തിലുള്ള അപ്പൊ അത്. പക്ഷെ നമുക്കത് നിലനിർത്താൻ പറ്റുമോ? ഇല്ല. നമുക്ക് എത്ര പൊസിഷൻ കിട്ടിയാലും ഒരു കാലം കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങുമ്പം നമുക്ക് ആ പൊസിഷൻ നിലനിർത്താൻ പറ്റത്തില്ല. ഞാൻ ഒരുപാട് മാനിപ്പുലേഷൻ നടത്തി ഒരു പൊസിഷനിൽ എത്തിയെന്ന് വിചാരിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിൽ ഞാൻ എത്തിയെന്ന് വിചാരിക്കും. ഞാൻ ആ പൊസിഷനിൽ കുറെ നാൾ നിന്നാലും കുറച്ച് കഴിയുമ്പോൾ എന്റെ ആരോഗ്യം, എന്റെ ബുദ്ധിയും എന്റെ ചിന്താശക്തിയും എല്ലാം കുറഞ്ഞു കഴിയുമ്പോൾ ഞാൻ എത്ര ബുദ്ധിമുട്ടിയാണ് ആ പൊസിഷൻ നിർത്തിയാലും മറ്റുള്ളവർ എന്നെ ആ
അതിന്റെ പവർ കുറഞ്ഞു എന്ന് മനസ്സിലാകുമ്പോൾ അവരെന്നെ മാറ്റി അടുത്തവരെ. അപ്പൊ നമ്മൾ എന്ത് എഫേർട്ട് എടുത്ത് രജോ ഗുണത്തിൽ ഉന്നതയിൽ വന്നാലും അത് ശാശ്വതമല്ല. ഒത്തിരി എഫേർട്ട് എടുക്കണം ഒരു ടെമ്പററി നമ്മളൊരു പൊസിഷനിൽ എത്താൻ. ഒരു രാഷ്ട്രീയ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സ്ഥാനമൊക്കെ എത്തണമെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുത്താലേ ആ ഒരു പൊസിഷനിൽ എത്താൻ പറ്റൂ. പക്ഷെ ആ പൊസിഷനിൽ നമുക്ക് അതുകാലം നിൽക്കാനും പറ്റില്ല. കുറച്ചു നാൾ കഴിയുമ്പം നമ്മൾ അത്രയും പവർഫുൾ ആണെങ്കിൽ നമുക്ക് കുറച്ചു നാൾ നിർത്താൻ പറ്റും. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യം ഒരു കഴിയുമ്പം ക്ഷയിച്ചു തുടങ്ങും. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ ഇതിലും. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ കേൾക്കാൻ ഉണ്ട്. ഞാനല്ല ആര് പറഞ്ഞാലും. പക്ഷെ എനിക്കൊരു 90 വയസ്സ് 99 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ എന്താണ് പറയാനൊന്നും ഓർമ്മയൊന്നും ഇല്ലെങ്കിൽ ആരെങ്കിലും അത് കേൾക്കും. എനിക്ക് ആ ഇതുണ്ടെങ്കിൽ പോലും എനിക്കത് ശരിയായിട്ട് ഉച്ചരിക്കാനോ സംസാരിക്കാനോ പറ്റില്ലെങ്കിൽ ഒന്നും ആരും കേൾക്കാനായിട്ട് പോകുന്നില്ല. അപ്പം നമ്മള് പദവി, റെക്കഗ്നീഷൻ, പ്രസ്റ്റീജ്, ഇതെല്ലാം രജോ ഗുണത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ കാര്യങ്ങളും ടെമ്പററിയാണ്. അതിനുവേണ്ടി എന്ത് എഫേർട്ട് എടുത്താലും അത് ഒരു നാള് താഴേക്ക് പോകും. അപ്പൊ അതിനത്ര നമ്മള് അതിനുവേണ്ടി നമ്മൾ സമയം കളയുന്നതിൽ അർത്ഥമില്ല. തമോ ഗുണത്തിലാണെങ്കിൽ നമ്മൾ ജന്തുഹിംസയും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്ത് നമ്മൾ ഇരുളടഞ്ഞ ഭാവിയിലേക്കാണ് പോകുന്നതെന്ന് ശീല പ്രഭുപാദ്. ഇത് രണ്ടും പറഞ്ഞിട്ട് നമ്മൾ സത്വഗുണത്തിലേക്ക് വരുമ്പം സത്വഗുണത്തില് ജ്ഞാനമാണ് കിട്ടുന്നത്. ജ്ഞാനം കിട്ടുമ്പം ഞാൻ യഥാർത്ഥത്തിൽ ആരാണ്, ഈശ്വരൻ ആരാണ്, ഞാനും ഈശ്വരൻ തമ്മിലുള്ള ബന്ധം എന്താണ്, ഈ കാര്യങ്ങൾ കൂടുതൽ വെളിവായിട്ട് വരും. അപ്പം സമൂഹത്തിൽ പൊതുവെ അങ്ങനെ ജ്ഞാനമുള്ള വ്യക്തികൾ വരുമ്പം സമൂഹത്തിന് പൊതുവായിട്ടുള്ള സന്തുഷ്ടിയും സമൃദ്ധിയും ഉണ്ടാകുന്നതാണ് ശീലപ്രഭുപാദ് പറഞ്ഞത്. അപ്പൊ ശീലപ്രഭുപാദ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് 3 വഴിയിലൂടെ പോകാമെന്ന് ശീലപ്രഭുപാദ് നമുക്ക് പറഞ്ഞു തരികയാണ്. ഭാവാർത്ഥത്തിൽ കൃഷ്ണൻ പറയാണ്, ശീലപ്രഭുപാദ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. അപ്പം ഇതെങ്ങനെയാ നമ്മൾ ഈ ഓരോന്നും ചൂസ് ചെയ്യുന്നത്? നമ്മൾ വെറുതെ ജീവിക്കുകയാണ്. നമ്മൾ ഈ KSRTC ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഒരു ബസ് ടിക്കറ്റ് എടുക്കുന്ന പോലൊന്നും നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓരോരോ മോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാലേ എവിടെ നമുക്കൊരു ഡെസിഷൻ എടുക്കാൻ പവർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ലൈഫ് നമ്മളിങ്ങനെ പോകും. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കാര്യങ്ങൾ ചെയ്ത് ഓഫീസിൽ പോയി ഷോപ്പിൽ പോയി ഇതെല്ലാം പോയി രാത്രി വന്ന് ഉറങ്ങി. പക്ഷെ അതിനിടയ്ക്ക് നമ്മൾ ഓരോ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഒരു വ്യക്തി ഏത് അസോസിയേഷനാണ് എടുക്കുന്നത് അതനുസരിച്ചുള്ള ഗുണമാണ് ആ വ്യക്തിക്ക് വന്നു ചേരുന്നത്. ഇവിടെയാണ് അസോസിയേഷന്റെ പ്രധാനം. നമ്മൾ ഏത് ഗുണത്തിലുള്ള വ്യക്തികളും ഏത് ഗുണത്തിലുള്ള സാഹചര്യവുമായിട്ടാണ് കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്നത് അതനുസരിച്ചുള്ള ഗുണമായിരിക്കും നമുക്ക് ചേരുന്നത്. ഓട്ടോമാറ്റിക്കലി അത് വന്നു ചേരും. നമ്മൾ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ KSRTC ബസിന്റെ എക്സാമ്പിൾ തന്നെ കയറി കഴിഞ്ഞാല് കുറെ ആൾക്കാർ ശബരിമലയിലേക്ക് പോകും. നമ്മൾ അവരോട് കൂടി ചിരിച്ച് സംസാരിച്ചിട്ട് അപ്പൊ അവര് വരും, നമ്മൾ ഈ ബസ്സിന്റെ പമ്പ ബസ്സിലാണ് പോകുന്നതെന്ന് പറഞ്ഞ് അവര് നമ്മുടെ കൂടെ വന്ന് നമ്മൾ അവരുടെ പറയുന്ന കേട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് ആ ബസ്സിൽ കയറി ശബരിമലയിലേക്ക് പോകും. വേറൊരാള് വേറെ കാസർഗോഡ് എങ്ങാനും പോകുന്നവരാണെങ്കിൽ അവരുമായിട്ടാണ് നമ്മൾ കൂടുന്നതെങ്കിൽ അവരുടെ കൂടെ നമ്മൾ സന്തോഷത്തോടെ പോയി ആ ടിക്കറ്റ് എടുത്ത് അവരുടെ ബസ്സിൽ കയറി നമ്മൾ പോകും. അപ്പൊ എങ്ങനെയാണ് നമ്മള് അസോസിയേറ്റ് ചെയ്യുന്നത്, ഒരു ദിവസം വ്യക്തികളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് അതനുസരിച്ചുള്ള ഗുണത്തിലൂടെയായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. ആ അസോസിയേഷനാണ് നമ്മൾ എടുക്കുന്ന ടിക്കറ്റ്, ഓരോ ബസ്സിൽ പോകാനുള്ള ടിക്കറ്റ്. ഈ ത്രിഗുണങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിനു ഉപരിയാണ് പരിശുദ്ധ ഭക്തി എന്നുള്ള തലം. അപ്പൊ പരിശുദ്ധ ഭക്തന്മാരുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കും ആ പരിശുദ്ധ ഭക്തിയുടെ തലത്തിലേക്ക് വരാൻ പറ്റും. ഈ 3 ഗുണങ്ങളെ അതിക്രമിക്കാനായിട്ട് സാധിക്കും. ഭഗവാൻ അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്,
ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യ ഭവാർജുന. വേദങ്ങളിലൊക്കെ 3 ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നീ അതിനും ഉപരിയിലേക്ക് വരൂ എന്നാണ് അർജുനനോട് കൃഷ്ണൻ പറയുന്നത്. അപ്പം നമുക്ക് സത്വഗുണത്തിലുള്ളവരോട് അസോസിയേറ്റ് ചെയ്യാം, രജോ ഗുണത്തിലുള്ളവരോട് അസോസിയേറ്റ് ചെയ്യാം, തമോ ഗുണത്തിലുള്ളവരോട് അസോസിയേറ്റ് ചെയ്യാം, പരിശുദ്ധ ഭക്തന്മാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. പരിശുദ്ധ ഭക്തന്മാരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരിശുദ്ധ ഭക്തിയുടെ തലത്തിലേക്ക് ഉയരാനായിട്ട് സാധിക്കും. അസോസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മള് ചിന്തിക്കും, നമ്മളൊക്കെ ഈ പ്രസ്ഥാനത്തിന് ഈ ടെമ്പിളിന്റെ അടുത്താണ് താമസിക്കുന്നത്, നമ്മൾ ടെമ്പിളിൽ പോകുന്നുണ്ട്, ഇടയ്ക്ക് ഇതേപോലുള്ള സത്സംഗങ്ങളിൽ വരുന്നുണ്ട്, അപ്പൊ ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഭക്തന്മാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടോ? പക്ഷെ പലപ്പോഴും നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടും നേരിടാറുണ്ട്. അപ്പൊ എവിടെയാണ് നമുക്ക് ലാക്ക് ആവുന്നത്? നമ്മൾ പൊതുസമൂഹത്തിൽ പറയുകയാണെങ്കിൽ ചിലപ്പം അവര് ഇങ്ങനെ ക്ഷേത്രത്തിൽ വരികയോ ഭക്തന്മാരുമായിട്ട് ഇടപെടുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒരു സ്വാഭാവികമായിട്ട് രജോ ഗുണത്തിൽ തമോ ഗുണത്തിലായിട്ട്. പക്ഷെ നമ്മള് ഇതിനകത്തുള്ളവര്, ഇതിനകത്ത് ഈശ്വരനുമായിട്ടും ഭഗവാന്റെ വിഗ്രഹവുമായിട്ടും ഭഗവത്ഗീതയും ഭാഗവതവുമായിട്ട് ഇടപഴകുന്ന നമുക്കും ഈ സത്വരജ തമോ ഗുണങ്ങളുടെ സ്വാധീനത നമുക്കും ഉണ്ട്. നമ്മൾ ഇതിന്റെ വെളിയിലല്ല, ഇതിനകത്ത് തന്നെയാണ്. എവിടെയാണ് നമുക്ക് ലാക്ക് ആവുന്നതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ലാക്ക് ആവുന്നത് നമ്മുടെ ഫ്രീ ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും. ഒരു വ്യക്തിയുടെ അസോസിയേഷൻ എന്ന് പറയുന്നത് അയാളുടെ ഫ്രീ ടൈം, അയാൾക്കൊരു ഫ്രീ ടൈം കിട്ടിയാൽ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മള് ഫോഴ്സ്ഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നു, ഇവിടെ ABRൽ ക്ലാസ് ഉണ്ട് 7 മണിക്ക്, എല്ലാ വെനസ്ഡേയും 7 മണിക്ക് ക്ലാസ് ഉണ്ട്. നമ്മൾ വന്നിരുന്നു, കേൾക്കുന്നു, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നു, നമുക്കൊരു നല്ലൊരു ഫീലിങ്ങും അതൊക്കെ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രീ ടൈമിലേക്ക് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ആണ് നമ്മുടെ റിയലി അസോസിയേഷൻ തീരുമാനിക്കുന്നത്. നമ്മൾ ഇത് കഴിഞ്ഞിട്ടും ഇപ്പൊ പൊളിറ്റിക്സിന്റെ പുറകെ പോവുകയോ അല്ലെങ്കിൽ മറ്റ് ഇതിന്റെ പുറകെ പോവുകയാണെങ്കിൽ ആ സ്വാധീനം തീർച്ചയായിട്ടും നമ്മുടെ കോൺഷ്യസിൽ കാണും. ചിലപ്പോൾ ഡിവോട്ടീസ് ചോദിക്കാൻ, ഇത്രയും വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, എനിക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ നാമത്തിൽ രുചി കിട്ടുന്നില്ല, ഇങ്ങനെ പറയും. അപ്പം അത് നമുക്ക് നമ്മളെ തന്നെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇതിൽ നിന്ന് മാറുമ്പം ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്, ഒരു ഫോർമാലിറ്റി പോലെയോ റിച്വൽ പോലെയോ ഒരു ചടങ്ങ് പോലെ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ചടങ്ങിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സെങ്ങോട്ടാണ് ഓടിപ്പോകുന്നത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഭക്തിയില് രുചി വരാത്തത് എന്നാണ്. അപ്പം അത് കിട്ടാനാണ് ശ്രീല പ്രഭുപാദ് നമുക്ക് ഡിവോഷണൽ സർവീസ് തന്നിരിക്കുന്നത്. അത് നമ്മൾ ഏതെങ്കിലും ഒരു സേവനം ഏറ്റെടുത്ത് റെഗുലറായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഭക്തിയിലൊരു രുചി ഉണ്ടാവും. ഒന്നുകിൽ നാമജപമാണ് ഫസ്റ്റ് സർവീസ്. നാമജപം ചെയ്ത് അതിനൊരു രുചി ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കരുത്. പ്രഭുപാദ് ഇന്നൊരു ലെറ്ററിൽ പ്രഭുപാദ് ഒരു സുചന്ദ്രദാസ് എന്ന് പറഞ്ഞിട്ട് ഡിവോട്ടിക്ക് എഴുതിയ ലെറ്ററിൽ പ്രഭുപാദ് പറയുന്നു, നമ്മൾ എപ്പോഴും അഡ്വാൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു പോയിന്റിൽ സ്റ്റേഷനറി ആയിട്ടിരിക്കാനായിട്ട്. പുതിയൊരാൾക്ക് ഫസ്റ്റ് സർവീസ്, ഭഗവാനോടുള്ള സർവീസ് എന്ന് വെച്ചാൽ ഭഗവാന്റെ തിരുനാമ ജപമാണ്, നാമം ജപിക്കുക. ആദ്യം വരുന്ന ആൾക്കാരോടെല്ലാം നമ്മൾ പറയുന്നത് നാമം ജപിക്കുക, 16 മാല ജപിക്കുക എന്നുള്ളതാണ്. ക്രമേണ ആ പൊസിഷനിൽ എത്തിയിട്ട് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കാനായിട്ട് ശ്രമിക്കണം. ആ ലെവലിൽ തന്നെ ഇരിക്കാൻ. നമുക്ക് എന്തെങ്കിലും ടെമ്പിളിൽ പോയിട്ട് എന്തെങ്കിലും ഒരു സർവീസ് നമുക്കത് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് പറ്റും. നമുക്കത് അതിനുവേണ്ടി സമയം നമ്മൾ കണ്ടെത്തണം. ഇത് നമ്മൾ ആരെയും അടിച്ചേൽപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ സ്പിരിച്വൽ അഡ്വാൻസ്മെന്റിന് വേണ്ടി നമ്മൾ പറയുന്ന കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സർവീസ് എടുത്ത് ചെയ്യുക. ചെറിയ സർവീസ് മതി. തുടക്കത്തിലേ വലിയ ചെയ്തിട്ട് നാളെ മടിയായിട്ട് മാറിയിരിക്കുന്നതിൽ അർത്ഥമില്ല. ചെറിയ എന്തെങ്കിലും ഒരു 5 മിനിറ്റ് സർവീസ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ പോയി ഒരു 5 മിനിറ്റ് മതി. 5 മിനിറ്റ് സർവീസ്. അത് 1-2 ആഴ്ച, 3-4 5 6 7 8 ആഴ്ച ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അതിലൊരു പതുക്കെ ടേസ്റ്റ് വരും. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് അത് 10 മിനിറ്റ് ആക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ടേസ്റ്റ് ആണ്
ഡിവോഷണൽ സർവീസിലുള്ള ടേസ്റ്റ് ആണ് നമുക്ക് ഈ ത്രിഗുണങ്ങളുടെ സ്വാധീനതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ളത്. അല്ലെങ്കിൽ നമ്മൾ നോക്കണം, നമ്മൾ ജപിക്കുന്നുണ്ട്, നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാല് സത്വഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലുള്ള ആൾക്കാരുമായിട്ടാണ് ഇടപെടുന്നത്. നമ്മൾ അസോസിയേറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച പറ്റൂല. കാരണം നമ്മുടെ വീട്ടില് ഭാര്യയും മക്കളും